1 ലക്ഷം കോടി രൂപയുടെ വികസനം കിഫ്ബിയിലൂടെ ധനലഭ്യത ഉറപ്പാക്കി കേരള സർക്കാർ. കിഫ്ബി. ഈ പി ബാലേന്ദ്രൻ, ഞാനിപ്പോൾ സംസാരിച്ചത് ഇന്ത്യയുടെ ഈ നേർക്കുനേർ കണക്കുകൾ ഇല്ലെങ്കിൽ നേർക്കുനേർ പോരാട്ടങ്ങളിൽ ഇന്ത്യക്കുള്ള വലിയ അപ്രമാദത്തെക്കുറിച്ചാണ്. ഇന്നത്തെ മത്സരത്തിലേക്ക് വരുമ്പോഴും ഇന്ത്യ കാര്യമായി പേടിക്കാനില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം സമീപകാലത്ത് 2024 ശേഷം ഇന്ത്യ ചുരുങ്ങിയ മത്സരങ്ങളിൽ മാത്രമേ, അതായത് വിരലിലെണ്ണാവുന്ന മത്സരങ്ങൾ മാത്രമാണ് തോറ്റിട്ടുള്ളൂ. പക്ഷേ വിജയ ശതമാനം എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. 43-ലധികം മത്സരങ്ങൾ ജയിച്ചിട്ടുമുണ്ട്. തന്നെ അതെ 8 മത്സരങ്ങളിൽ 7 തവണ ഇന്ത്യയാണ് ജയിച്ചിട്ടുള്ളതെന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു ചരിത്രം നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. പക്ഷേ T20 ക്രിക്കറ്റിൽ നമ്മൾ പഴയ കഥകളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആ ദിവസത്തെ പെർഫോമൻസിനെ ബേസ് ചെയ്താണ് ഏത് ടീം വിജയിക്കുന്നതായിട്ടുള്ള തീരുമാനിക്കുന്നത്. പക്ഷെ അത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ നമുക്ക് വിന്നിങ് ഫാക്ടേഴ്സ് എന്ന് പറയാവുന്ന കുറേ അധികം പ്ലെയേഴ്സ് നമ്മുടെ ടീമിലുണ്ട്. പാകിസ്ഥാൻ്റെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ അതിനേക്കാൾ കൂടുതൽ നമ്മുടെ സൈഡിലാണുള്ളത്. ഹർദിക് പാണ്ഡ്യയെ പോലെയുള്ള ഒരു ഓൾറൗണ്ടർ മധ്യനിരയിലുള്ളത് തന്നെ ഇന്ത്യക്ക് ഒരു വലിയ ശക്തി നൽകുന്നുണ്ടെന്നുള്ള നിസ്സംശയം പറയാം. കാരണം അദ്ദേഹത്തിന് ഏത് രീതിയിൽ വേണി കളിയുടെ കോഴ്സ് തിരിക്കാൻ പറ്റും. നമ്മൾ കഴിഞ്ഞ വേൾഡ് കപ്പ്, വൺ ഡേ വേൾഡ് കപ്പിലൊക്കെ കണ്ട പോലെ ഒരൊറ്റ ഓവറിൽ കളിയുടെ റിസൾട്ടേ തിരിച്ച് നമുക്ക് ഇന്ത്യയുടെ അനുകൂലമായി കൊണ്ടുവന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ രീതിയിൽ ഉള്ളൊരു ഓൾറൗണ്ടർ അവിടെയുണ്ട്. അതോടൊപ്പം ജസ്പ്രീത് ബുംറ, ഇതിപ്പോൾ സ്പിന്നേഴ്സ് പാരഡൈസ് എന്നൊക്കെ പറഞ്ഞാൽ പോലും ബുംറ അത്തരം പിച്ചുകളിലും വളരെ എഫക്റ്റീവായിട്ട് എന്നും ബൗൾ ചെയ്യുന്നൊരു ബൗളറാണ്. അപ്പോൾ അങ്ങനെ നോക്കിയാൽ നമ്മൾ കുറച്ചുകൂടെ വേഴ്സറ്റൈലാണ് നമ്മുടെ ടീം. പാകിസ്ഥാൻ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞ ഇത്തവണ അവിടുത്തെ ഒരു പിച്ചിന് അനുകൂലമായി ബൗൾ ചെയ്യാൻ പറ്റുന്ന ഒരു 3 സ്പിന്നർമാർ അവർക്കുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു അവരെ സംബന്ധിച്ച് ചെറിയൊരു ആശ്വാസമുള്ളൊരു കാര്യം. പക്ഷേ എനിക്ക് തോന്നുന്നു ഇന്ത്യൻ ബാറ്റർമാർ നല്ലൊരു സ്റ്റാർട്ട് കിട്ടി. ഒരു സമ്മർദ്ദത്തിലെങ്ങാനും പെട്ടാൽ മാത്രമേ ഈ സ്പിന്നേഴ്സിന് ഇന്ത്യൻ ബാറ്റർമാരെ ഇവിടെ വെച്ചിട്ട് കീഴ്പ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. അതല്ലെങ്കിൽ വലിയൊരു സ്കോർ തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. പിച്ചിൻ്റെ കണ്ടീഷൻ എന്തോ ആയിക്കോട്ടെ, ഈ ഇന്ത്യൻ ബാറ്റിംഗ് ലൈനപ്പ് ആദ്യം ബാറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു മികച്ച സ്കോർ തന്നെ പ്രതീക്ഷിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.